നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മണിപ്പൂരിൽ വിഘടനവാദം ആളിക്കത്തിക്കാൻ ലക്ഷ്യമിട്ട് കോൺഗ്രസ് നീക്കം. മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ചിദംബരം മണിപ്പൂരിന് പ്രാദേശിക സ്വയംഭരണം വേണമെന്ന് വാദമുയർത്തി. എക്സിലൂടെയുള്ള പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നതോടെ ചിദംബരം പോസ്റ്റ് മുക്കി. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിനും പി ചിദംബരത്തിനുമെതിരെ മണിപ്പൂർ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഒക്രാം ഇബോബി സിംഗ് രംഗത്തെത്തി. അപക്വവും അപകടകരവും അപലപനീയവുമായ അഭിപ്രായ പ്രകടനമാണ് ചിദംബരത്തിന്റേതെന്ന് ഇബോബി സിംഗ് പറഞ്ഞു. മണിപ്പൂർ സമൂഹത്തെ സൈന്യത്തിനെതിരെ തിരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ചിദംബരത്തിന്റെ പോസ്റ്റ്. മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ ഉടൻ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട ചിദംബരം സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടെ 5000 കേന്ദ്ര സായുധ പോലീസുകാരെ അധികമായി വിന്യസിച്ചതിനെയും വിമർശിച്ചു. പ്രതിസന്ധിക്ക് കാരണം മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആണെന്നും പ്രാദേശിക സ്വയംഭരണം ഉണ്ടെങ്കിൽ മാത്രമേ മെയ്തേ, കുക്കി, നാഗ വിഭാഗങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാകൂ എന്നുമായിരുന്നു ചിദംബരത്തിന്റെ പോസ്റ്റ്. മണിപ്പൂരിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ആളുടെ അഭിപ്രായമെന്നാണ് ഇതേക്കുറിച്ച് ഇബോബി സിംഗ് പറഞ്ഞത്. ചിദംബരത്തിന്റെ പ്രസ്താവന കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ചിദംബരത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് മണിപ്പൂർ കോൺഗ്രസ് ബുധനാഴ്ച പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ മണിപ്പൂരിലെ കലുഷിതമായ സ്ഥിതിഗതികളിൽ മുതലെടുപ്പ് നടത്താനുള്ള മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ചിദംബരത്തിന്റെ ശ്രമം മുഖ്യമന്ത്രി ബിരേൻ സിംഗ് തെളിവ് സഹിതം പൊളിച്ചടുക്കി. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബിരേൻ സിംഗിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായാണ് എക്സിൽ ചിദംബരം കുറിപ്പിട്ടത്. എന്നാൽ മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് മുൻപ് ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളാണെന്ന് സിംഗ് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി തുറന്നു കാട്ടിയതോടെ എക്സിലെ പോസ്റ്റ് പിൻവലിച്ച് ചിദംബരം മുങ്ങി. മ്യാൻമാറിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ കോൺഗ്രസ് സർക്കാരുകൾ തടഞ്ഞില്ലെന്നും ഇവർ മണിപ്പൂരിലെ തദ്ദേശീയരുടെ അവകാശങ്ങൾ കവരുകയാണെന്നും ബിരേൻ സിംഗ് ചൂണ്ടിക്കാട്ടി. മ്യാൻമാർ പൗരനും മ്യാൻമാർ പാർലമെന്റിൽ മത്സരിക്കുകയും ചെയ്ത സോമി റവല്യൂഷണറി ആർമി ചെയർമാൻ താങ് ലിയൻ പൗഗ്രിറ്റ് ചിദംബരം കൈകൊടുക്കുന്ന ചിത്രം മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. മണിപ്പൂർ കോൺഗ്രസ് അധ്യക്ഷൻ മേഘ ചന്ദ്രയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കരുതെന്ന് ചിദംബരത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതോടെ ചിദംബരം അടിയറവ് പറഞ്ഞത്. അതിനിടെ മണിപ്പൂരിൽ അക്രമ സംഭവങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ 8 കമ്പനി സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ബുധനാഴ്ച സംസ്ഥാന തലസ്ഥാനമായ ഇംഫാലിൽ എത്തി. CAPFന്റെ 11 കമ്പനികളുടെ മറ്റൊരു ബാച്ച് സംസ്ഥാനത്ത് എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ സേന ഇംഫാലിൽ എത്തിയത്. ബുധനാഴ്ച എത്തിയ CRPFന്റെയും BSFന്റെയും 4 കമ്പനികൾ വീതം സംസ്ഥാനത്തെ സെൻസിറ്റീവ് പ്രാന്തപ്രദേശങ്ങളിൽ വിന്യസിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. CRPF കമ്പനികളിൽ നിന്ന് മഹിളാ ബറ്റാലിയന്റേതാണ് CAPFന്റെയും 50 പുതിയ കമ്പനികളെ മണിപ്പൂരിൽ വിന്യസിക്കുമെന്ന് കേന്ദ്രം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച മലയോര ജില്ലയായ ജിരിബാമിൽ കോൺഗ്രസിന്റെയും BJPയുടെയും ഓഫീസുകൾ അടിച്ചു തകർത്തു. അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇംഫാൽ താഴ്വരയിലെ വിവിധ ജില്ലകളിൽ പ്രകോപിതരായ ജനക്കൂട്ടം 3 BJP നിയമസഭാംഗങ്ങളുടെ വസതികൾക്ക് തീയിട്ടതിന് ശേഷമാണ് സംഭവങ്ങൾ ഉണ്ടായത്. അവരിൽ ഒരാൾ മുതിർന്ന മന്ത്രിയും ഒരു കോൺഗ്രസ് MLAയുമാണ്. നവംബർ 11 സുരക്ഷാ സേനയും കുക്കി സോസ് തീവ്രവാദികളും തമ്മിലുള്ള വെടിവെപ്പിൽ 10 കലാപകാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ജിരിബാം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മെയ്തേ സമുദായത്തിൽപ്പെട്ട 3 സ്ത്രീകളെയും 3 കുട്ടികളെയും കാണാതായതിനെ തുടർന്നാണ് അക്രമം രൂക്ഷമായത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.